ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ ടാരാസ് ടാരോട്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറേ ദിവസമായല്ലേ കണ്ടിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 2 വീക്സോളായി നമ്മൾ റീഡിങ് ചെയ്തിട്ട്. ആക്ച്വലി എനിക്ക് നല്ല സുഖമില്ലായിരുന്നു, മെൻ്റലി ഫിസിക്കലി ഐ എം നോട്ട് വെൽ. അതുകൊണ്ടാണ് റീഡിങ് ചെയ്യാതിരുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മെൻ്റലി നമ്മൾ ഓക്കെ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ റീഡിങ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്കതിൻ്റെ ഒരു ആക്യുറേറ്റ് റിസൾട്ട് കിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് റീഡിങ് ചെയ്യാതിരുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇന്നൊരു നല്ലൊരു റീഡിങ് ചെയ്യാം. നല്ലൊരു റീഡിങ് ആവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്, എന്തൊക്കെ തോട്ട്സ് ആണ് നിങ്ങളെക്കുറിച്ച് അവരുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് ആ സമയം തൊട്ട് നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതായിരിക്കും. അതുപോലെ ഇതിൽ പറയുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക, നെഗറ്റീവ് കാര്യങ്ങൾ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത് നല്ല നല്ല മൂമെൻറ്റ്സ് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് മാത്രം ഈ റീഡിങ് കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് കൂടുതൽ റെസനേറ്റ് ആകുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഷഫ്ലിംഗ് പാർട്ട് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഷഫ്ലിംഗ് പാർട്ട് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. റിവേഴ്സ് കാർഡ് നമ്മൾ എടുക്കാറില്ല. ഇതിൽ കുറച്ച് കാർഡ്സ് റിവേഴ്സ് ആയിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. സോ റിവേഴ്സ് കാർഡ് വരികയാണെങ്കിൽ നമ്മളത് എടുക്കില്ല. നോർമലി ഞാൻ റിവേഴ്സ് റീഡിങ് ചെയ്യാറില്ല, അതുകൊണ്ടാണ്. ഓക്കെ, വാവ്, ഫസ്റ്റ് തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ് സൺ കാർഡാണ്. 7 of Wands, the High Priestess, 6 of Wands, 6 of Swords, Page of Cups, the Tower. ബോട്ടം ഓഫ് ദ ഡെക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നത് 10 of കപ്സിൻ്റെ എനർജിയാണ്. നല്ലൊരു പോസിറ്റീവ് കാർഡാണ്. 4 of കപ്സ്, മജീഷ്യൻ, ടെമ്പറൻസ്. ഓക്കെ, ഒക്കെ നല്ല കാർഡാണ്. ജസ്റ്റിസ്, ടെമ്പറൻസും ജസ്റ്റിസും നമുക്ക് ഒരുമിച്ച് വന്നിട്ടുണ്ട്. 2 of കപ്സ് ഓൾസോ. സോ വെരി വെരി ഗുഡ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ് സണ്ണിൻ്റെ കാർഡാണ്. സോ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്, അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങളുടേത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്ന് തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളെ അവർ വളരെയധികം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ അവരുടെ ഒരു സക്സസ് ആയിട്ടൊക്കെയാണ് കാണുന്നത്. നമുക്കിവിടെ 6 of Wands വന്നിട്ടുണ്ട്, സൺ കാർഡും വന്നിട്ടുണ്ട്. ഇത് രണ്ടും വിക്ടറിയുടെ ഒരു സക്സസിൻ്റെ ഒക്കെ കാർഡാണ്. അതാണ് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷമായിരിക്കാം അവരുടെ ലൈഫിൽ ഒരു മാറ്റം, അതായത് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാകുക. അതുകൊണ്ട് തന്നെ നിങ്ങളെ അവരൊരു ലക്കി ചാമായിട്ടാണ് കാണുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതുപോലെ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 6 of Swords വന്നിട്ടുണ്ട്, 7 of Wands വന്നിട്ടുണ്ട്. സോ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
അതായത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ അതായത് കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടാകില്ല. പക്ഷേ ഇവിടെ ഒരു തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് കുറച്ചൊരു ഡിറ്റാച്ച് ആയിട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അത് കാരണം നിങ്ങൾക്കിടയിൽ ഒരു ലെസ് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത്. ആ ഒരു തേർഡ് പാർട്ടി കാരണമാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഒരു നോ കോണ്ടാക്റ്റിലേക്ക് വന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി പാരൻസ് ആരുമായിരിക്കാം. ഒരിക്കലും അവർക്ക് അവരുടെ ലൈഫിൽ നിന്നും അവരെ വിട്ട് കളയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളെയും അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഒരു ഗ്യാപ്പ് വെച്ചിട്ടാണ് അവരിപ്പോൾ നിൽക്കുന്നത്. അതായത് അവർക്ക് നിങ്ങളെയും വേണം, അതുപോലെ തന്നെ ആ തേർഡ് പാർട്ടിയെയും അവർക്ക് അങ്ങനെ ഒറ്റടിക്കെന്നല്ല ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലുള്ള ഒരു തേർഡ് പാർട്ടീസ് ആണ് ഇവിടെ എനിക്ക് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ആകാം, അല്ലെങ്കിൽ സിംഗിൾസ് ആണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ലവേഴ്സ് ആണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ മാരീഡ് കപ്പിൾസ് ആണ് കാണുന്നതെങ്കിൽ അവരുടെ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം, കരിയർ അല്ലെങ്കിൽ ഫൈനാൻസ് വൈസിലെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം. എന്തെന്നാണെന്നും അവർക്ക് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരിക്കലും റിമൂവ് ചെയ്യാൻ പറ്റില്ല. അവർക്കത് അഡ്ജസ്റ്റ് ചെയ്ത് അത് ലൈഫ് ലോങ് അത് കൊണ്ടുപോയേ പറ്റുള്ളൂ എന്നുള്ളത് ഇവിടെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളെയും അവർക്ക് അവരുടെ ലൈഫിൽ നിങ്ങളെയും ലൈഫ് ലോങ് ഒരു നല്ലൊരു സ്നേഹത്തോടെ നല്ലൊരു ബന്ധമായി ഈ ഒരു റിലേഷൻഷിപ്പും കൊണ്ടുപോകണം എന്നാണ് അവരുടെ മനസ്സിലുള്ളത്. പക്ഷെ അവർക്കത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു ഗ്യാപ്പ് വന്നിട്ടുള്ളത്. അതൊരു പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതല്ലാതെ നിങ്ങൾക്കിടയിൽ ഒരു സ്നേഹക്കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫ്ലിക്ട്സോ കാര്യങ്ങളോ വഴക്കോ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ എല്ലാം പൊട്ടിച്ചെറിഞ്ഞ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ഒന്ന് വന്ന് നിങ്ങൾക്ക് അവരുടെ സിറ്റുവേഷനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു ക്ലാരിറ്റി ഈ റിലേഷൻഷിപ്പിൽ തരണം എന്ന് തന്നെ അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് അത് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത് അവർക്ക് പ്രാക്ടിക്കലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 1 മന്ത് ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ തന്നെയാണ് പോകുക. അതായത് ഒരു ലെസ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓൾറെഡി അവരുടെ തേർഡ് പാർട്ടി അവർക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാകും. ഒരുപക്ഷെ നിങ്ങളായിരിക്കാം ഇപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് കാരണം, അതായത് നിങ്ങൾ വിളിച്ചാൽ കോൾ എടുക്കുന്നുണ്ടാകില്ല, അല്ലെങ്കിൽ നിങ്ങൾ അയച്ച മെസ്സേജിന് റിപ്ലൈ തരുന്നുണ്ടാവില്ല, അതുപോലെ അതായത് ഒരു റെസ്പോൺസ് നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്ന നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവില്ല. അത് കാരണം തന്നെ നിങ്ങൾ മാക്സിമം അവരെ ചേസ് ചെയ്തു നിങ്ങളുടെ ഒരു സെൽഫ് വാല്യൂ ഒക്കെ കളഞ്ഞിട്ട് അവരുടെ ബാക്കിൽ പോയിട്ടും ഒരു റെസ്പോൺസും കിട്ടാത്ത സ്ഥിതിക്ക് നിങ്ങൾ കരുതി കാണും അവർക്ക് നിങ്ങളെ വേണ്ട എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്ന് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ വളരെയധികം ഇഷ്ടമാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾക്കൊരു സങ്കടം ഉള്ളത് കാരണം അവര് നിങ്ങളോട് നിങ്ങൾക്ക് ഒരു റെസ്പോൺസും തരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ എത്രമാത്രം അവരെ ചേസ് ചെയ്ത് പോയിട്ടും, അതുപോലെ തന്നെ നിങ്ങൾ അവർക്ക് വേണ്ടി മാക്സിമം എഫേർട്ട് എടുത്തിട്ടും അതിനൊന്നും അവർക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് അവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അത് കാരണമാണ് നിങ്ങളിപ്പോൾ ഇവിടെ നിന്നൊരു മൂവ് ഓൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് കാണുന്നത്. നമുക്കിവിടെ 6 of Wands എനർജിയാണ്. അതായത് നിങ്ങൾ ഈ വ്യക്തിയുമായി എല്ലാം ഇട്ടെറിഞ്ഞ് എനിക്ക് ഒരു ബന്ധം വേണ്ട എന്ന് തീരുമാനിച്ച് നിങ്ങൾ ഇവിടുന്ന് പോയതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഞാൻ പറയാമല്ലോ, പക്ഷെ നിങ്ങൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് 100% ഷുവറാണ് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും. കാരണം നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം നിങ്ങളിലുണ്ട്.
അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്തു, അല്ലെങ്കിൽ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കോണ്ടാക്ട് ഉണ്ടാവുന്നുണ്ടാവില്ല. അതുപോലെ നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ ഈ മൂവ് ഓൺ ചെയ്യുന്നതിനുള്ള ധൈര്യം എന്നുള്ളത് അവർ നിങ്ങളെ തേടി വരും എന്നുള്ളത് നിങ്ങൾക്ക് 100% ഷുവറാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുള്ളത്. കാരണം നിങ്ങൾ ഈ ചേസിങ് നിർത്തി നിങ്ങൾ നിങ്ങളുടെ കാര്യമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഡെഫിനറ്റ്ലി നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഡെഫിനറ്റ്ലി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഒരു ടവർ കാർഡ് നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഇടയിൽ ഉണ്ടായിരുന്ന സിറ്റുവേഷനൊക്കെ അതായത് എൻഡായി ഒരു സഡൻ ചേഞ്ചസ് അവരിൽ ഉണ്ടാകും എന്നാണ്. അതായത് നിങ്ങളുടെ വാല്യൂ എന്താണ്, അതായത് നിങ്ങൾ എത്രത്തോളം അവർക്ക് വാല്യബിൾ ഉള്ള ഒരു വ്യക്തിയാണ്, അതുപോലെ തന്നെ ഒരു സോൾമേറ്റ് കണക്ഷൻ അവർക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് ഒരു മുന്നേ അവർ ചിന്തിച്ചിരുന്നത് മനസ്സുകൊണ്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മെന്റലി അവർക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് ആ കാര്യങ്ങളായിരുന്നു അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അവർ സോൾ പറയുന്നതാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ വിട്ടുകളയാൻ, അതായത് നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോകാൻ അവർക്ക് കഴിയില്ല. നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാലും അവർ നിങ്ങളെ ചേസ് ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങളടുത്തേക്ക് തിരിച്ചു വന്ന് നിങ്ങൾ ഇപ്പോൾ അവരോട് കാണിച്ച അതേ ഇഷ്ടവും അതേ പ്രയോറിറ്റിയും അതായത് എന്തൊക്കെയാണോ നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്നത് അതിൽ 10 മടങ്ങ് ഇരട്ടിയായി അവർ നിങ്ങൾക്ക് തിരിച്ചു തരും എന്ന് തന്നെയാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. 10 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങളെ അവരൊരു ഫാമിലി ആയിട്ടാണ് കാണുന്നത്. മേ ബി നിങ്ങളും അവരും തമ്മിൽ ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇമോഷണലി ആയിരിക്കാം കൂടുതൽ കണക്ട് ആയിട്ടുണ്ടാകും. അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഇവിടെ ഒരു കണക്ഷൻസും കാണുന്നില്ല. മീൻസ് ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷേ ഒരു 99% ഇവിടെ കൂടുതലും നിങ്ങൾ അറ്റാച്ച്മെന്റ് കാണുന്നത് ഒരു ഇമോഷണലി ഒരു മെന്റൽ കണക്ഷനാണ് ഇവിടെ എനിക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ അവരെ ഒരു ഫാമിലി ആയിട്ട് തന്നെയാണ്, നിങ്ങൾ ഫാമിലിയുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നിങ്ങളെ അവരെ കാണുന്നത്. അതായത് വളരെ നാച്ചുറിങ്ങും വളരെ കെയറിങ്ങും നിങ്ങൾക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന അവരുടെ സ്വന്തം ഒരു ആളായിട്ട് തന്നെയാണ് നിങ്ങളെ അവരെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർക്ക് നിങ്ങളെ വിട്ടുപോകാൻ കളയില്ല. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ കാര്യം നോക്കി പോയിക്കോളൂ. അതായത് അവരെ നിങ്ങൾ ചേസ് ചെയ്യാൻ നിൽക്കണ്ട. അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത്, അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അവിടെ. അപ്പം അതൊക്കെ ഒരു സോർട്ട് ഔട്ട് ചെയ്ത് ഒരു ചേഞ്ചസ് അവരിൽ വരുന്നതാണ്. അതൊക്കെ കഴിഞ്ഞ് നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരുന്നത് തന്നെയാണ്. അതായത് അവരിൽ നമുക്കിവിടെ 4 ഓഫ് കപ്സിന്റെ എനർജി കണ്ടിട്ടോ. അതായത് പല ഓപ്ഷൻസുകളും അവർക്കുണ്ട്. പല ആൾക്കാരിൽ നിന്നും അവർക്ക് പല ഓഫറുകളും ലഭിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ഓഫറുകളും അവരിപ്പോൾ സ്വീകരിക്കുന്നില്ല, ഇനി സ്വീകരിക്കുകയും ഇല്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് പാസ്റ്റിൽ പല ഫ്ലേട്ടിംഗ് എനർജി ടൈപ്പുള്ള പല കണക്ഷൻസുകളും ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ടായതിനു ശേഷം യഥാർത്ഥ സ്നേഹം എന്താണ്, യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പറ്റുക, എങ്ങനെയാണ് ഈ സ്നേഹം അനുഭവിക്കുന്നത് എന്നൊക്കെ നിങ്ങളിൽ നിന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത് അത്രത്തോളം നിങ്ങൾ അവരെ സ്നേഹിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിന്റെ വാല്യൂ എന്താണ്, നിങ്ങളുടെ ആത്മാർത്ഥമായ ആ സ്നേഹം അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവരുടെ പാസ്റ്റിൽ പല ആൾക്കാരുകളും ഫ്ലേട്ടിങ്ങുകളും പല സിറ്റുവേഷൻസുകളും ഒക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ അവർ സഡൻ സ്റ്റോപ്പ് ചെയ്തു. ഇനി അവർക്ക് അങ്ങനെ ഒരു ലൈഫ് വേണ്ട എന്ന് തീരുമാനിച്ച് നിങ്ങളുമായിട്ട് ഒരു നല്ലൊരു ബന്ധം, നിങ്ങളുമായിട്ട് ബന്ധത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. മജീഷ്യൻ കാർഡും കൂടി വന്നിട്ടുണ്ട് നമുക്ക്. അവർ നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത്, അതവർക്ക് മനസ്സിലായി നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ഭയങ്കര ടെൻഷനാണ്. നിങ്ങളിനി അവർ തിരിച്ചു വന്നാൽ സ്വീകരിക്കില്ലയോ എന്നുള്ള ഒരു ഭയം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. മാനിഫെസ്റ്റേഷൻ മീൻസ് നമുക്കൊരു ടെക്നിക്സ് വെച്ചിട്ട് ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ 24/7 അവരുടെ മനസ്സിൽ നിങ്ങളുടെ ചിന്തകൾ തന്നെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാകാം. അതായത് ഒരു തോട്ട്സ് ഫുൾ ടൈം നിങ്ങൾ തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതോടെ മനസ്സിലാക്കാൻ പറ്റും. അവർ ചിന്തിക്കുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് അവരുടെ തോട്ട്സുകൾ കയറി വരുന്നുണ്ടാകാം. ഒരു ടെലിപ്പതിക് ഒരു കണക്ഷൻ നിങ്ങൾക്കിടയിൽ ഫീൽ ചെയ്യുന്നുണ്ടാകാം.
അതാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. ടെമ്പറൻസ് കാർഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങളുടെ ഈ തേർഡ് പാർട്ടിക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു ബാലൻസ് കൊണ്ടുവരണം ഈ ഒരു റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ അവർക്കിടയിലുള്ള ആ തേർഡ് പാർട്ടി സിറ്റുവേഷനും ഒരുപോലെ ടെമ്പറൻസ് കാർഡ് വന്നിട്ടുള്ളതുപോലെ തന്നെ ബാലൻസോട് കൂടി, ബാലൻസ് കാർഡാണ് ടെമ്പറൻസ്, ഹാർമണിയോട് കൂടി ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ജസ്റ്റിസ് കാർഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റിസ് കാർഡും പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് മുന്നേ നിങ്ങൾക്ക് അവരിൽ നിന്നൊരു നീതി ലഭിച്ചിട്ടുണ്ടാകില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങളായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടുണ്ടാകുക. അവർക്കും നിങ്ങളോട് സ്നേഹമൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷെ നിങ്ങൾ ചെയ്ത അത്രത്തോളം എഫേർട്ടും കാര്യങ്ങളൊന്നും ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ തന്നിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങളെ അവർ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ടാകാം. അവർ വേണം വിചാരിച്ച് സങ്കടപ്പെടുത്തിയതല്ല, നിങ്ങൾക്ക് അത്രമാത്രം അവരോടുള്ള ഇഷ്ടം കാരണം എന്താണ് അവർ പറയുന്ന എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് വളരെയധികം മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാകാം. അതിപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട്. അതായത് അവരുടെ പ്രവൃത്തി കാരണം നിങ്ങൾ എത്രമാത്രം വേദനിച്ചിട്ടുണ്ട്, അത് അവർ ചെയ്തത് തെറ്റായി പോയി എന്നുള്ളതൊക്കെ അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. സോ ഒരു ജസ്റ്റിസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ തരണം എന്ന് തന്നെയാണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത്. അതായത് ഇനി ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കാനോ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രയോറിറ്റി തരാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകാനോ അവരിനി ശ്രമിക്കില്ല. അവർ മാക്സിമം നിങ്ങൾ എങ്ങനെയാണോ എക്സ്പെക്ട് ചെയ്യുന്നവരിൽ നിന്നും ആ ഒരു രീതിയിൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. എനിക്കിവിടെ മനസ്സിലാകുന്നത് നോക്കുക, 2 of Cupsന്റെ എനർജിയാണ് കണ്ടോ. അതായത് ഒരു സോൾമേറ്റ് കണക്ഷൻ, ഒരു അൺകണ്ടീഷണൽ ലവ് ആണിത്. നിങ്ങൾക്കൊരു മാരേജ് പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു മാരേജ് പോസിബിൾ അല്ലാത്ത സിറ്റുവേഷൻസിലെ ആൾക്കാരാണ് ഇത് കാണുന്നതെങ്കിൽ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോട് കൂടി നിങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു 2 months, വിത്തിൻ 2 months നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാണ്. സോ നല്ലൊരു റീഡിംഗ് ആണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എന്തൊക്കെ സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും വരേണ്ട ആവശ്യമില്ല. ഈ ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിൽ സത്യസന്ധതയോട് കൂടി തന്നെയാണ് അവർ നിൽക്കുന്നത്. പാസ്റ്റിൽ അവരുടെ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പ്രസന്റ്ലിയും അതുപോലെ തന്നെ ഫ്യൂച്ചറിലും ഒരിക്കലും നിങ്ങളെ അവർ ചീറ്റ് ചെയ്യുകയില്ല എന്നുള്ള കാര്യം നമുക്ക് 100% ഇവിടെ ഷുവറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു രീതിയിലുള്ള വ്യക്തി തന്നെയാണ് നിങ്ങൾ. ആ ഒരു കംപ്ലീഷൻ, ആ ഒരു ഫുൾഫിൽമെന്റ്, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങളിൽ നിന്നും അവർക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിലപ്പുറം ഒരു വ്യക്തിയെ അവർക്ക് വേണ്ട. 100% കംപ്ലീഷൻ ആണ് നിങ്ങൾ എന്ന് വെച്ചാൽ അവർക്ക്. സോ ഡെഫിനറ്റ്ലി നിങ്ങളെ ഒരിക്കലും അവർ വിട്ട് കളയില്ല തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. ഡെത്ത് കാർഡ് അതായത് ഈ ഒരു നിങ്ങൾക്കിടയിലെ എല്ലാ സിറ്റുവേഷനും, എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് പുതിയൊരു ബിഗിനിങ്സ്, പുതിയൊരു സ്റ്റേജിലൂടെ, പുതിയൊരു ഫോക്കസിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സുമായി നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് എനിക്കിവിടെ കാണുന്നത്. കണ്ടോ, ഒരുപാട് സ്നേഹത്തോടു കൂടി കുതിച്ചാടി വരുന്നതാണ് നിങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തി. കാരണം നിങ്ങളുടെ ചിന്തയില്ലാതെ ഒരു ദിവസം പോയിട്ട് 1 മണിക്കൂർ പോലും നിങ്ങളുടെ ചിന്തയില്ലാതെ ഈ ഒരു വ്യക്തിക്ക് ഒരു ദിവസം കഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നു പോകുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. സോറി, ഒരു കോള് വന്നതാ. അപ്പം അതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ നല്ലൊരു റീഡിംഗ് ആണ്, നല്ലൊരു സ്പ്രെഡാണ്, നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടേത്. സോ എന്തായാലും നിങ്ങൾ ഈ റീഡിങ് ക്ലെയിം ചെയ്യുക, നിങ്ങളുടെ ഈ എനർജി ക്ലെയിം ചെയ്യുക, യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ സെൽഫ് ലവ് ചെയ്യുക. നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ റൊമാൻസ് ഏഞ്ചൽസിന് എന്തെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഗൈഡൻസ് എന്തെങ്കിലും തരാനുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. റീകൺസിലേഷൻ.
ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ് ഇപ്പോൾ ഉള്ളത് എന്ന് നിങ്ങൾ ബോധഡ് ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലേഷൻ വേണം എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലേഷൻ എത്രയും പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. സംവൺ ഫ്രം യുവർ പാസ്റ്റ് ഈസ് റിട്ടേണിംഗ് ടു യുവർ ലൈഫ്. ഇതിനപ്പുറം ഇനി എനിക്ക് ഇതിൽ പറയേണ്ട ആവശ്യമില്ല. നിങ്ങളിതാ നിങ്ങളുടെ മുന്നിൽ നിന്നാണ് ഞാൻ ഷഫിൾ ചെയ്ത് എടുത്തിട്ടുള്ളത്. സോ മാക്സിമം നിങ്ങൾ ഈ എനർജി ക്ലെയിം ചെയ്യുക, എന്നിട്ട് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. ഒരിക്കലും നെഗറ്റീവ് തോട്ട്സ് മൈൻഡിലേക്ക് കൊണ്ടുവരരുത്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ റീകൺസിലേഷൻ എത്രയും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നടക്കുകയുള്ളൂ. ഓക്കെ, അതായത് പാസ്റ്റിലുള്ള വ്യക്തി നിങ്ങളിലേക്ക് റീകൺസിലേഷന് വേണ്ടി വരുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. സോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ റീഡിങ്. ഭയങ്കര സന്തോഷം തോന്നുന്നു റീഡിങ് കേട്ടപ്പോൾ, കളർ റീഡിങ് ചെയ്തപ്പോൾ. കാരണം വെച്ചാൽ നമ്മൾ 2 ആഴ്ചയോളമായി റീഡിങ് ചെയ്തിട്ട്. സോ അതിനുശേഷം വന്ന റീഡിങ് തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയത് കാരണം താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു മൈ ഗാഡ്സ്. സോ റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കാണോ നിങ്ങൾക്ക് ഈ റീഡിങ് ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചാനലിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടണും ക്ലിക്ക് ചെയ്ത് എനേബിൾ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.